നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ അടുത്തയിടെ നടന്ന ഭീകരാക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് ആക്രമണകാരികൾ അഫ്ഗാൻ പാകിസ്ഥാൻ സൈനികർ ആയിരിക്കാമെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നു. ജമ്മു മേഖലയിലെ പൂഞ്ച്, രജൌരി, ഉധംപൂർ, കത്വ, ദോഡ ജില്ലകളിലെ തീവ്രവാദി ആക്രമണങ്ങളിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ശനിയാഴ്ച ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കാമക്കാരി സെക്ടറിൽ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിന്റെ BAT ആക്രമണം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിലെ പ്രത്യേക സേനാംഗങ്ങളും ഭീകരരും ഉൾപ്പെടുന്നതാണ് BAT. കഴിഞ്ഞ 3 മാസത്തിനിടെ ഡസൻ കണക്കിന് ഭീകരാക്രമണങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അടുത്തിടെ നടന്ന വെടിവയ്പിൽ ഒരു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരൻ കൊല്ലപ്പെടുകയും ഇയാളുടെ കൈവശം നിന്ന് വൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന പരിശീലനം ലഭിച്ച സായുധ സേനയായി കണക്കാക്കപ്പെടുന്ന പാകിസ്ഥാൻ ആർമിയുടെ SPG കമാൻഡോ ആയിരുന്നു ഇയാൾ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് 600-ലധികം SASG സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോകളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീരിലെ മുൻ പോലീസ് ഡയറക്ടർ ജനറൽ SP വൈദ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. തീവ്രവാദികൾ സൈനികർക്ക് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തുകയും വനമേഖലയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെന്ന് മുൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി SP വൈദ് പറഞ്ഞു. ആക്രമികൾ സാധാരണ തീവ്രവാദികളല്ലെന്ന് ഈ ആക്രമണങ്ങളുടെ കാൽപ്പാടുകൾ വ്യക്തമാക്കുന്നു. അവർ ഉയർന്ന പ്രൊഫഷണലുകളും നന്നായി പരിശീലനം നേടിയവരുമാണ്, വൈദ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ അഫ്ഗാൻ യുദ്ധവീരന്മാരാണ്. തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനും മേഖലയിലെ സമാധാനം തകർക്കാനും അവർ ജമ്മു കാശ്മീരിലേക്ക് തള്ളിവിടുകയാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ പോരാളികൾ സ്വതന്ത്രരായെന്നും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISI അവരെ ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചുവിടുകയാണെന്നും മുൻ പോലീസ് മേധാവി പറഞ്ഞു. മുൻ DGP ASP വൈദ് മാത്രമല്ല, ആക്ടിവിസ്റ്റ് അംജദ് അയ്യൂബ് മിർസയും സോഷ്യൽ മീഡിയയിൽ ഇതേ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായുള്ള എഴുത്തുകാരനും പ്രക്ഷേപകനും മനുഷ്യാവകാശ പ്രവർത്തകനുമാണ് മിർസ. SASG ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ ആദിൽ റഹ്മാനിയാണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്നതെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒരു മുഴുവൻ SASG ബറ്റാലിയനും നുഴഞ്ഞു കയറിയതായി പറയപ്പെടുന്നു. അതായത് കുറഞ്ഞത് 600 കമാൻഡോകളെങ്കിലും കുപ്വാര മേഖലയിലും മറ്റിടങ്ങളിലും ഉണ്ട്. പ്രാദേശിക ജിഹാദി സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ്. കൂടാതെ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ SSG പ്രസ്ഥാനത്തെ സഹായിക്കുന്നുണ്ട്. ലഫ്റ്റനന്റ് കേണൽ ഷാഹിദ് സലീം ജൻജുവ ഇപ്പോൾ ഇന്ത്യൻ പ്രദേശമായ ജമ്മുവിലാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ആർമിയുടെ 15 കോപ്സിൽ ഏർപ്പെടുക എന്നതാണ് ഇവരുടെ ശ്രദ്ധ. SSGയുടെ 2 ബറ്റാലിയനുകൾ കൂടി ജമ്മു കാശ്മീർ വഴി ഇന്ത്യൻ പ്രദേശത്ത് പ്രവേശിക്കാൻ തയ്യാറായി മുസാഫറാബാദിലാണ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 70 മുതൽ 80 വിദേശ ഭീകരരുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.